വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ചൈനയിൽ പുതിയൊരു വൈറസ് ഔട്ട്ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റൊരു പാൻഡമിക് ആകുമോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചൈനയിൽ റെസ്പിറേറ്ററി ഇൽനെസിന്റെ പേഷ്യൻസിന്റെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അവിടുത്തെ ഹെൽത്ത് എക്സ്പേർട്ട് പറഞ്ഞത് ഇത് ഹ്യൂമൻ മെറ്റാനിമോ വൈറസിന്റെ സ്പ്രെഡ് ആണെന്നാണ്, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്ബ്രേക്ക് ആണെന്നാണ് അവിടുത്തെ ഹെൽത്ത് എക്സ്പേർട്ട് പറയുന്നത്. ഇതിന്റെ ചുരുക്കപ്പേര് എന്ന് പറയുന്നത് HMPV എന്നാണ്. HMPV വൈറസ് എന്നാണ്. ഈ വൈറസ് കാണപ്പെടുന്നത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലും അതുപോലെ 65 വയസ്സിന് മുകളിലുള്ള ഇമ്മ്യൂണിറ്റി പവേഴ്സ് കുറവുള്ള ആളുകളിലുമാണ് ഇത് കാണപ്പെടുന്നത്. ഇനി ഇതിന്റെ സ്പ്രെഡിംഗ് എന്ന് പറയുന്നത് COVID-19ന്റെ സെയിം ആയിട്ടുള്ള സ്പ്രെഡിംഗ് തന്നെയാണ്. അതായത് ക്ലോസ് കോൺടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സണുമായിട്ട് ക്ലോസ് കോൺടാക്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ബാധിക്കാം. അതുപോലെ തന്നെ സർഫേസിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സർഫേസിൽ തൊട്ട് അത് നമ്മുടെ ചെവിയിലോ മൂക്കിലോ വായയിലോ വെച്ച് കഴിഞ്ഞാലോ നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 to 5 days ആണ്. 5 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതിന്റെ സിംറ്റംസ് കാണിച്ചു തരും. ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് അതും സിമിലർ ടു COVID-19 ആണ്. കാരണം കോൾഡ്, കഫിങ്, അതുപോലെ ബ്രീത്തിങ് ഇഷ്യൂസ് അങ്ങനത്തെ ഒക്കെയാണ്. റാഷസ് വരാം, കൈകളിലും കാലിലും ഒക്കെ റാഷസ് വരാം. അതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി ഇത് എത്രത്തോളം അപകടകരമാണെന്നാണ് ചൈനയിലുള്ള റിപ്പോർട്ട്സ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ചൈന അൺഒഫീഷ്യലി അവിടെ സ്റ്റേറ്റ് ഓഫ് എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ്. എന്നാൽ ഒഫീഷ്യലി കൺഫർമേഷൻ തന്നിട്ടില്ല. അതുപോലെ തന്നെ WHO കൺഫർമേഷനും വന്നിട്ടില്ല ഇതുവരെ. എന്നാൽ അവിടെ അൺഒഫീഷ്യലി അവിടെ സ്റ്റേറ്റ് ഓഫ് എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ജപ്പാനിൽ ഏകദേശം 7 ലക്ഷം പേർക്ക് ഈ ഒരു രോഗം പിടിപെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വൈറസ് പിടിപെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇത് അത്ര ഇഷ്യൂ ഉള്ള ഒരു കാര്യമല്ല എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. കാരണം ഇത് നോർമൽ കേസസിൽ വിന്റേഴ്സിലും അതുപോലെ സ്പ്രിങ്ങിന്റെ സ്റ്റാർട്ടിങ്സിലും ഈ ഒരു വൈറസ് സ്പ്രെഡ് ചെയ്യാറുണ്ട് എന്നാണ് എക്സ്പേർട്ട് പറഞ്ഞത്. അതുപോലെ 5ാം വയസ്സിലേക്ക് കടക്കുന്ന കുട്ടികൾക്കും ഈ ഒരു അസുഖം വരാറുണ്ടെന്ന് എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻസ് ഉണ്ട്. എക്സ്പേർട്സ് പറഞ്ഞുള്ളത് ഇപ്പോഴത്തെ കൺസേൺ എന്ന് പറയുന്നത് ഇതിന്റെ സ്പ്രെഡിംഗ് റേറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്പേഴ്സ് കൂടിയിട്ടുണ്ട് പേഷ്യൻസിന്റെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊരു കൺസേൺ ആക്കിയിട്ട് എടുക്കുന്നതെന്നും അതുപോലെ തന്നെ എല്ലാവരും പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുത്താൽ മതി എന്നാണ് ഹെൽത്ത് എക്സ്പേർട്സ് പറഞ്ഞത്. പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത് വാഷിംഗ്, കൈ കഴുകുക, അതുപോലെ തന്നെ സർഫേസിലൊക്കെ തൊട്ടിട്ട് നേരെ നമ്മളുടെ ചെവി, മൂക്ക്, വായിലേക്കൊന്നും കൈകൾ കൊണ്ടുപോകാതിരിക്കുക, ടച്ച് ചെയ്യാതിരിക്കുക എന്നൊക്കെയാണ് പ്രിവെൻഷൻ ആയിട്ടുള്ള പറയുന്നത്. അതായത് COVID-19ന്റെ പ്രിവെൻഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണോ അത് സെയിം ആയിട്ടുള്ള പ്രിവെൻഷൻ മെത്തേഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഹെൽത്ത് എക്സ്പേർട്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ നിന്നും ഇവിടെ ഇന്ത്യയിൽ ഇൻഫെക്ഷൻസും ഡിറ്റക്ട് ചെയ്തിട്ടില്ല. ആർക്കും ഇതുവരെ ഒരു പേഷ്യന്റ് പോലും ഇന്ത്യയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൺസേൺ ആവേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു പ്രിവെൻഷൻ ആയിട്ടുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കുക. അതായത് നമുക്കൊരു ചുമയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതുപോലെ തന്നെ വലിയ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നാണ് ഹെൽത്തിൽ നിന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.